നിർത്തിക്കോ. നിങ്ങളുടെ ജീവിതം വേസ്റ്റാക്കുന്നത് ഈ നിമിഷം തന്നെ നിർത്തിക്കോ. ഒരാൾ സക്സസ്ഫുൾ ആവുന്നത് അയാൾ ചെയ്യുന്ന കാര്യം കൊണ്ട് മാത്രമല്ല, അയാൾ ചെയ്യാത്ത ചില കാര്യങ്ങൾ കൊണ്ടുകൂടിയാണ്. അതിൽ ആദ്യത്തേത് നിങ്ങളുടെ കൂട്ടുകെട്ടാണ്. നിങ്ങളുടെ എനർജി ഊറ്റിക്കുടിക്കുന്നവരായിട്ടുള്ള കൂട്ട് ഈ നിമിഷം നിർത്തിയാൽ അത്രയും നല്ലതാണ്. അവർ കൂടെ ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ, നിങ്ങൾ സക്സസ്ഫുൾ ആവില്ല. അങ്ങനെയുള്ള ആളിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇത്തരം ആളുകൾ നിങ്ങളെ സമീപിക്കുക. അത് ചിലപ്പോൾ പണത്തിനാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായത്തിനാകാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് ഒരിക്കലും ഇവരെ സമീപിക്കാനും പറ്റില്ല. അങ്ങനെയുള്ള ഒരു കൂട്ടുകാരൻ അല്ല നിങ്ങൾക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനത്തെ അനാവശ്യ കൂട്ടുകെട്ടുകൾ നിങ്ങൾ തിരിച്ചറിയുകയും അതിൽ നിന്ന് ഒഴിവാകുകയും വേണം. അതുപോലെ തന്നെ നല്ല കൂട്ടുകെട്ടുകൾ കാത്തു സൂക്ഷിക്കുകയും വേണം. നിങ്ങൾക്കും അവർക്കും ജീവിതത്തിൽ വിജയം നേടാൻ ആഗ്രഹിക്കുന്നവരോടൊപ്പം കൂട്ടുകൂടുക. നിങ്ങളുടെ ചുറ്റുപാടാണ് നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നൊരു പരിധിവരെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാക്കിയെടുത്ത് അതിനെ സംരക്ഷിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണ് ഉപദേശം തേടുന്നു എന്നതിലാണ്. നമ്മളെ എല്ലാം പല മനുഷ്യരും പല ഘട്ടത്തിലും ഉപദേശിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ പലരെയും ഇത്തരം അഡ്വൈസിന് വേണ്ടി അങ്ങോട്ടും സമീപിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ അഡ്വൈസ് തേടുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഒരു കാര്യം ചെയ്ത് തെളിയിക്കാത്തവരോട് ആ കാര്യത്തിൽ ഉപദേശം തേടുകയോ അങ്ങനെയുള്ളവർ നിങ്ങളെ സമീപിക്കുകയോ ചെയ്താൽ അവരെ ഒഴിവാക്കുകയും ചെയ്യുക. അതായത് നിങ്ങൾ അഡ്വൈസ് തേടുന്നത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നേടേണ്ടത്, അത് നേടിയെടുത്തവരിൽ നിന്നാണ്. അങ്ങനെയുള്ളവരിൽ നിന്ന് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സംശയം ചോദിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ്റെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിലാക്കാൻ ശ്രമിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കാതെ വരും. നിങ്ങൾ മറ്റുള്ളവരെ പഴിച്ച് സമയം കളയുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ആ അവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നു. അങ്ങനെ നിങ്ങൾ ആ അവസ്ഥയെ തരണം ചെയ്യാൻ പറ്റും.